കേരള ഹൈക്കോടതിയിൽ സൗമ്യനായ മനുഷ്യൻ, സുപ്രീം കോടതിയിൽ 53ാമത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. സഞ്ജയ് മൽഹോത്ര പഠിച്ചു, സഞ്ജയ് തിവാരി പഠിച്ചു, സഞ്ജയ് മൂർത്തി പഠിച്ചു. പനേന്റെ മുകളിൽ കയറി പനേന്റെ മുകളിൽ കയറിയ അരവിന്ദൻ. ഇലക്ഷന് ശേഷം ഇലക്ഷൻ ഓഫീസർ കേരളത്തിന്റെ ഒരു കൗശലക്കാരൻ വന്നു. ബാലറ്റിൽ ഒന്നുമില്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് ഭയങ്കര പ്രേമായിരിക്കും. ആലോചിക്കാം. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. എന്തെല്ലാണോ, എല്ലാവർക്കും സുഖാണോ? നന്നായി പഠിക്കുന്നുണ്ടോ മക്കളെ? നിങ്ങള് 2 മാസത്തോളായി നിങ്ങളോട് വിശേഷം ചോദിച്ചിട്ട്. നിങ്ങൾക്ക് 10th പ്രിലിംസ് അടുത്തോ? നിങ്ങൾക്ക് ടെലഗ്രാം വഴി PDF-കളും ടെലഗ്രാം ക്ലാസ്സുകളും ഒക്കെ നൽകുന്നുണ്ട്. വ്യക്തിപരമായ ചില പ്രയാസങ്ങൾ കാരണം നമ്മുടെ സ്റ്റുഡിയോ ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് യൂട്യൂബ് ക്ലാസ് എടുക്കാൻ പറ്റാതിരുന്നത്. എന്നിരുന്നാലും ഏറ്റവും അവസാനം ഈ വരുന്ന 10th പ്രിലിംസ് 18-ാം തീയതി നടക്കുന്നതിന് മുമ്പായിട്ട് 3 ദിവസങ്ങളിൽ മുഴുവൻ കറണ്ട് അഫയേഴ്സും നിങ്ങൾക്ക് വേണ്ടി ഒരു 6 ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മാർക്കിൽ പേടിക്കേണ്ട. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ റിവിഷന്റെ ഭാഗമായിട്ട് കാണുക കൂട്ടുകാരെ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് അടിക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും പറയണം. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണേ. ഇതിന്റെ PDF ഫ്രീ ആയിട്ട് നോക്കൂ. നിങ്ങൾ PDF ഏറ്റവും അപ്ഡേറ്റഡ് ആണ്. ഈ PDF ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എവിടെ കിട്ടും? ടെലഗ്രാം ചാനലിൽ കിട്ടും. സ്ട്രൈക്കർ PSC എന്ന് സെർച്ച് ചെയ്യുക. സ്ട്രൈക്കർ PSC അല്ലെങ്കിൽ കമന്റിൽ നോക്കി നിങ്ങൾ അതുപോലെ ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. ടെലഗ്രാം ചാനൽ എടുത്തിട്ട് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണ് മക്കളെ? CP രാധാകൃഷ്ണനാണ്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണനാണ്. തെറ്റിക്കരുത്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയുടെ പേരെന്താണ് നിങ്ങൾക്ക് അറിയാം. മാറിപ്പോരുത്. CP രാധാകൃഷ്ണൻ ഓപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. അപ്പോ ലോകസഭയുടെ സ്പീക്കർ ഓം ബിർളയാണ്. അദ്ദേഹം തന്നെയാണ് കുറച്ചു കാലമായിട്ട്. കൂട്ടുകാർക്ക് അറിയാലോ ലോകസഭാ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ ഹരിവംശ നാരായൺ സിംഗ്. അദ്ദേഹത്തെ വീണ്ടും രാജ്യസഭയുടെ ഉപാധ്യക്ഷനെ തെരഞ്ഞെടുത്തു. പഠിച്ചു വെച്ചേക്ക്, ഉറപ്പായിട്ട് ചോദിക്കും. നമ്മുടെ ഇന്ത്യയുടെ രാജ്യസഭയുടെ നിലവിലെ ഉപാധ്യക്ഷൻ ഹരിവംശ നാരായൺ സിംഗ് ആണ്. രാജ്യസഭയും ലോകസഭയും ഉണ്ട്, പാർലമെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ലോകസഭയുടെ ലീഡർ ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ് ലോകസഭയുടെ ലീഡർ. എന്നാൽ രാജ്യസഭയിലെ ലീഡർ JP നദ്ദയാണ്. ഇന്ത്യയുടെ ആരോഗ്യമന്ത്രി, കേന്ദ്ര ആരോഗ്യമന്ത്രിയായിട്ടുള്ള ജഗത് പ്രകാശ് നദ്ദാജി. എന്തിനാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ പേര് മാത്രം എടുത്തു കൊടുത്തത്? കഴിഞ്ഞൊരു 2 മാസം മുമ്പ് നടന്ന PSC പരീക്ഷയിൽ ഇദ്ദേഹത്തിന്റെ പേര് ചോദിച്ചു. ജഗത് പ്രകാശ് നദ്ദ അഥവാ JP നദ്ദ. രാജ്യസഭയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഉപാധ്യക്ഷൻ ഹരിവംശ നാരായൺ സിംഗ് ആണ്. അതുപോലെ തന്നെ രാജ്യസഭയുടെ സഭാ നേതാവ് JP നദ്ദയാണ്. ലോകസഭയിൽ നരേന്ദ്രമോദിയാണെന്ന് പറഞ്ഞല്ലോ. ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ് മക്കളെ? രാഹുൽ ഗാന്ധിയാണ് ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്. അങ്ങനെയാണെങ്കിൽ രാജ്യസഭയില് പ്രസിഡന്റിന് നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന അംഗങ്ങളുണ്ട്. കലാ, കായിക, സാംസ്കാരിക മേഖല എന്നൊക്കെയുള്ള പ്രമുഖരെ പ്രസിഡന്റ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാറുണ്ട്. അത്തരത്തിൽ കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്ത വ്യക്തിയാണ് നമ്മുടെ C സദാനന്ദൻ മാഷ്. ഓർത്തു വെച്ചേക്ക്, കണ്ണൂരുകാരുടെ പ്രിയപ്പെട്ട ഒരു നേതാവാണ് C സദാനന്ദൻ. അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു. C സദാനന്ദൻ മറന്നു പോണ്ട. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 9ാമത്തെ ഇന്ത്യയുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് V രാമസുബ്രഹ്മണ്യൻ. പേര് കൃത്യമായിട്ട് പഠിക്കണേ. V രാമസുബ്രഹ്മണ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാണ്. അവിടെ 9 എന്ന് കൊടുത്തപ്പോൾ ചില ബുക്കിൽ നിങ്ങൾ 14 കണ്ടിട്ടുണ്ടാവും അല്ലെ. ആക്ടിംഗ് ഈ പറയുന്ന ചെയർപേഴ്സൺസ് അവരുൾപ്പെടെയാണ് 14ാമത്തെ വ്യക്തിയാണ് V രാമസുബ്രഹ്മണ്യൻ. നോക്കണേ, ആക്ടിംഗ് കൂട്ടിയാൽ 14 അല്ലെങ്കിൽ 9ാമത്തത്. നോക്കൂ, ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ചോദിക്കാറുണ്ട്. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ആദ്യം രംഗനാഥ മിശ്ര, ഇപ്പോൾ V രാമസുബ്രഹ്മണ്യൻ. നോക്കൂ, കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് നിലവിൽ കേരളത്തിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം ആരാണ് മക്കളെ? നോക്കൂ, നമുക്ക് മനുഷ്യാവകാശം എന്ന് പറയുമ്പോൾ മൗലികാവകാശങ്ങള് അല്ലെങ്കിൽ മനുഷ്യാവകാശം എന്നൊക്കെ കേൾക്കുമ്പോൾ മരണം ആലോചിച്ചേ. ഇപ്പൊ ഒരു സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു കൊലപാതകം നടക്കുക അല്ലെ, അപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടില്ലേ? അപ്പൊ പരേതനാവുക എന്നാലോചിക്കുക. എന്താലോചിക്കുക? പരേതൻ. അതുപോലെ തന്നെ വിവരം വെക്കണമെങ്കിൽ പാല് കുടിക്കാൻ ആലോചിക്കുക. പല കുട്ടികൾക്കും മാറിപ്പോവാറുണ്ട്. സംസ്ഥാനത്തെ ആദ്യത്തെ വിവരാവകാശ കമ്മീഷൻ പാലാട്ട് മോഹൻദാസ് ആണ്. സംസ്ഥാനത്തെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ M പരീത് പിള്ളയാണ്. തെറ്റിക്കാതെ പഠിക്കൂല. ഇനി പരേതൻ മനുഷ്യാവകാശം. ഓക്കെയാണ്. പാലാട്ട് മോഹൻദാസ് വിവരാവകാശം, അത് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ നോക്കൂ, കേന്ദ്ര വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. മേഡത്തിന്റെ പേരെന്താണ്? വിജയ കിഷോർ രഹത്കർ. അതും 9ാമത്താണ്. വിജയ കിഷോർ രഹത്കർ ആദ്യമാരായിരുന്നു?
ജയന്തി പട്നായിക്. ജസ്റ്റിസ് രംഗനാഥ മിശ്ര, ജയന്തി പട്നായിക്, രണ്ടും എപ്പോഴും ചോദിക്കാറുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ രംഗനാഥ മിശ്ര. സംസ്ഥാനത്ത് നമുക്ക് പറയാം, അങ്ങനെയാണെങ്കിൽ എം പരീതിപിള്ള പഠിച്ചു. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര വനിതാ കമ്മീഷൻ ജയന്തി പട്നായിക് പഠിക്കണേ. ഇപ്പോൾ നിലവിൽ പി സതീദേവിയാണ്. പി സതീദേവി 7ാമത്തെ സംസ്ഥാനത്തെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ്. ആദ്യം സുഗതകുമാരി ടീച്ചറായിരുന്നു. മറക്കണ്ട, കേരള സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരായിരുന്നു? നമ്മുടെ ടീച്ചറായിരുന്നു, സുഗതകുമാരി ടീച്ചർ. നോക്കൂ, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്, കൃത്യമായിട്ട് സംഖ്യ നോട്ട് ചെയ്ത് വെക്കുക. 53ാമത്, എത്രയാണ്? 53ാമത് സുപ്രീം കോടതിയുടെ, പരമോന്നത കോടതിയുടെ ന്യായാധിപൻ, ചീഫ് ജസ്റ്റിസ്. ആരാണ് ആ നീതിപീഠത്തിന്റെ ന്യായാധിപൻ? സൂര്യനാണ്, സൂര്യകാന്ത്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്, ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കിയേ, സൂര്യകാന്ത്. അങ്ങനെയാണെങ്കിൽ കേരള ഹൈക്കോടതിയിൽ വന്നാലോ? ഒരു പാവം, ഒരു സൗമ്യനായ മനുഷ്യൻ. നോക്കൂ, സൗമേൻ സെൻ. കേരള ഹൈക്കോടതിയിൽ സൗമ്യനായ മനുഷ്യൻ, സുപ്രീം കോടതിയിൽ 53ാമത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കിട്ടുന്നുണ്ടോ? ആദ്യത്തെ ആരാടാ സുപ്രീം കോടതിയിലെ? ഹരിലാൽ ജെ കെനിയ. സുപ്രീം കോടതിയിൽ ആദ്യത്തെ അധ്യക്ഷനല്ല, ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജെ കെനിയ. അങ്ങനെയാണെങ്കിൽ കോശി, കേരളത്തിൽ ആദ്യത്തെ ആള് KT കോശിയാണ്. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശിയാണ്. കേരള ഹൈക്കോടതിയിൽ ആദ്യമായിട്ട് ചീഫ് ജസ്റ്റിസ് ആകുന്ന വനിത ആരാന്നറിയുമോ? സുജാത വി മനോഹറാണ്. കേരള ഹൈക്കോടതിയിൽ ആദ്യമായിട്ട് ചീഫ് ജസ്റ്റിസ് ആവുന്ന വനിത സുജാത വി മനോഹറാണ്. കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആവുന്ന ആദ്യത്തെ മലയാളി വനിത അറിയുമോ? അത് KK ഉഷയാണ്. മറന്നു പോകണ്ട, KK ഉഷയും സുജാത വി മനോഹറും. അതുപോലെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആകുന്നത് ലീല സേത്താണ്. മറക്കണ്ട, അത് ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയായിരുന്നു. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിൽ ജഡ്ജി ആവുന്ന ആരാണ് ചോദിച്ചാറുണ്ട്? അന്ന ചാണ്ടിയാണ്. PS ചോദിച്ചാൽ അന്ന ചാണ്ടി, ലീല സേത്ത്, സുജാത വി മനോഹർ, KK ഉഷ. ഒന്നും മറക്കണ്ട, ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മയാണ്. ഇത്തരം ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ബേസിക് ചോദ്യങ്ങൾ പ്രിലിംസിനൊക്കെ വരും. അപ്പോ കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് വനിത സുജാത വി മനോഹർ. കേരള ഹൈക്കോടതിയിലെ വനിതാ ചീഫ് ജസ്റ്റിസ് ആയ മലയാളി KK ഉഷ. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശി. തെറ്റുന്നുണ്ടോ? നോട്ട് ചെയ്ത് വെച്ചേക്കട്ടോ, സ്പീഡ് പറഞ്ഞു നോക്കണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മുടെ RBI, റിസർവ് ബാങ്കിന്റെ ഗവർണർ, ഇപ്പോൾ 26ാമത്തെ ആളാണ്. 26ാമത്തെ RBIയുടെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. നേരത്തെ ഞാൻ പറഞ്ഞു, ട്രിക്ക് പറഞ്ഞില്ലേ, അതുപോലൊരു ട്രിക്ക് എപ്പോഴും പറയാറുണ്ട് നമ്മുടെ പിള്ളേരോട് ഞാനിത്. സഞ്ജയിക വന്നു കഴിഞ്ഞാൽ 3 പേര് പഠിക്കണം നിങ്ങൾ. സഞ്ജയിക, സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ പൈസ എടുത്തൊരു സാധനമില്ല, സഞ്ജയിക. അപ്പൊ റിസർവ് ബാങ്ക് പൈസ അല്ലേ, പണം, അപ്പൊ സഞ്ജയിക. പക്ഷെ എങ്ങനെ പഠിക്കും? ഇന്ത്യയുടെ പൊതു ഖജനാവിന്റെ കാവൽക്കാരൻ എന്ന് വിളിക്കുന്നത് ആർട്ടിക്കിൾ 148 പരാമർശിച്ചിരിക്കുന്ന ഭരണഘടനാ സ്ഥാപനമായ CAG ആണ്. നിങ്ങൾക്കറിയാം, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയാണ് CAG. അപ്പൊ CAG ആരാണ് ഇന്ത്യയോട് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആലോചിക്കുക, സഞ്ജയിക. പൈസയാണല്ലോ. അപ്പൊ നമ്മുടെ പൈസ സഞ്ജയിക പെട്ടിയിൽ ആരെങ്കിലും തൊട്ടാല് നമ്മുടെ മൂർത്തി ഭാവം കാണും അല്ലെ? അങ്ങനെ ആലോചിക്കേ. അപ്പൊ CAG ആണെന്ന് വെച്ചാൽ സഞ്ജയ് മൂർത്തി. അങ്ങനെയാണെങ്കിൽ പൈസ ഉണ്ട് ഒരുപാട്. മൽഹോത്ര, വലിയ പൈസക്കാരൻ RBI, മൽഹോത്ര, സഞ്ജയ് മൽഹോത്ര RBI. സഞ്ജയ് മൂർത്തി അപ്പൊ ആരാണ്? ആലോചിച്ച് നോക്കൂ, CAG. ഇനി വേറൊരു കോഡ് കൂടി പറഞ്ഞിട്ടെ, പുതിയ സാധനമാണ്, PDF ഇല്ല. നമ്മുടെ ദേശീയ തലത്തില് ഡെന്റൽ കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ഡെന്റൽ, പല്ലൊന്നുമില്ല. 2 കൊല്ലം മുമ്പ് നിങ്ങൾ കണ്ട യൂട്യൂബ് ക്ലാസ്, 2 അല്ല 5 കൊല്ലം മുമ്പ് നിങ്ങൾ കണ്ട ക്ലാസ്സിലൊക്കെ പല്ലൊക്കെ ഉണ്ടായി. പാവം മാഷിന് പല്ല് പോയി. അപ്പൊ എങ്ങനെ പല്ല് പോയെന്ന് നിങ്ങൾ കുറച്ച് തീ വാരി വായിലിട്ടാൽ മതി. കാരണം ഇങ്ങനെ സംസാരിച്ച് ക്ലാസ് എടുത്തോണ്ടിരിക്കല്ലേ 24 അവറും. അപ്പൊ അതുകൊണ്ട് കുറച്ച് തീ വാരി വായിലിട്ട് പല്ലൊക്കെ പോയി. തീ വാരി വായിലിടരുത്, ദേവേത് വായിലിടരുത്. പഠിച്ചു. ഡെന്റൽ കമ്മീഷന്റെ ചെയർമാൻ, ഇന്ത്യയിൽ ആദ്യമായി രൂപീകരിച്ച ഡെന്റൽ കമ്മീഷന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാല് അത് സഞ്ജയ് തിവാരിയാണ്. സഞ്ജയ് മൽഹോത്ര പഠിച്ചു, സഞ്ജയ് തിവാരി പഠിച്ചു, സഞ്ജയ് മൂർത്തി പഠിച്ചു. അവിടെ കിട്ടണേ 26ാമത്തെ ആള് സഞ്ജയ് മൽഹോത്ര. അതിനു മുമ്പ് ജസ്റ്റ് 25 ഓർത്ത് വെച്ചേക്ക് ശക്തികാന്ത ദാസ് ആണ്. ഇനി നമ്മുടെ ഇന്ത്യയിലെ RBI 1935 ഏപ്രിൽ 1 രൂപീകരിച്ച RBI. ആ RBIയുടെ ആദ്യത്തെ ഗവർണർ ആണെന്ന് ചോദിച്ചാല് സർ ഓസ്ബോൺ ആർക്കൽ സ്മിത്ത് ആയിരുന്നു. ആരാണ്? ഓസ്ബോൺ ആർക്കൽ സ്മിത്ത് ആണ്. എന്നാൽ RBIയുടെ ഗവർണറായ ഇന്ത്യക്കാരൻ ചോദിച്ചാൽ അദ്ദേഹം ഇന്ത്യയുടെ മുഖമല്ലേ, ദേശത്തിന്റെ മുഖം. RBI ഗവർണറായ ഇന്ത്യക്കാരൻ CD ദേശ്മുഖ്. ഓസ്ബോൺ സ്മിത്ത് മറക്കരുത്. അറ്റോർണി ജനറൽ നമ്മൾ നേരത്തെ 148 CAG ആണെന്ന് പറഞ്ഞെങ്കിൽ നോക്കൂ, അറ്റോർണി ജനറൽ 76 എന്ന് പറയുന്ന ആർട്ടിക്കിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ പറയുന്ന അറ്റോർണി ജനറൽ അഥവാ AG
കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് നമ്മുടെ കോടതികളിൽ വാദിക്കാരാണ് AG ആണ്, അറ്റോർണി ജനറൽ. അങ്ങനെ ഒരു വക്കീലാണ് ആര്? വെങ്കിട്ടരമണി. ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി ആദ്യം വാദിക്കാൻ വേണ്ടി സെത്തൽവാദ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് കോടതിയിലെ സർക്കാരിന് വേണ്ടി വാദിക്കുന്ന AG ആരാ ചോദിച്ചാൽ വാദിക്കാൻ സെത്തൽവാദ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഈ പറയുന്ന അഭിഭാഷകൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വക്കീലാണ് സോളിസിറ്റർ ജനറൽ. ആ സോളിസിറ്റർ ജനറൽ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ ആരാണ്? തുഷാർ മേത്തയാണ്. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. ആദ്യം CK ദഫ്താരി ആയിരുന്നു. അതും പഠിച്ചു വെച്ചേക്കുക. ഇത് ആദ്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് കൂടാതെ ഒരു മാർക്ക് കിട്ടും കേട്ടോ. കേരള ഹൈക്കോടതിയിലെ ഒരു പുതിയ കറണ്ട് അഫേഴ്സ് ആയിട്ട് നമുക്ക് നോട്ട് ചെയ്ത് വെക്കേണ്ട 2 പേരുകളാണ്. കേരള ഹൈക്കോടതിയിലെ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ആയിട്ട് നിയമിതയായിട്ട് ആരാണ്? OM ശാലീനയാണ്. മാഡം OM ശാലീന, ഒരു ശാലീന സുന്ദരി കേരള ഹൈക്കോടതിയിലെ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ആയെന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കേരള ഹൈക്കോടതി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആരാണ്? അത് P ശ്രീകുമാർ സാറാണ്. P ശ്രീകുമാർ സാറും OM ശാലീന മേഡവും പഠിച്ചു വെച്ചേക്കുക. 2 പ്രത്യേകം ശ്രദ്ധിക്കണം. P ശ്രീകുമാർ അഡീഷണൽ ആണ്, എന്നാൽ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ മാഡം OM ശാലീനയാണ്. കേരളത്തിലെ ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ ആണ്, നമ്മുടെ ചീഫ് സെക്രട്ടറി മാറിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്തുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. 51ാമത് ചീഫ് സെക്രട്ടറി നോക്കൂ, 50ാമത് A ജയതിലകാര്യം നിങ്ങൾ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ആവാൻ പോകുന്നത് ബിശ്വനാഥ് സിൻഹയാണ്. പഠിച്ചു വെക്കുക. ബിശ്വനാഥ് സിൻഹ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. നേരത്തെ നമ്മൾ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് പറഞ്ഞു. ഇന്ത്യയുടേത് വജാഹത്ത് ഹബീബുള്ളയാണ് ആദ്യത്തെ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ. ഇപ്പോൾ ആരാണ്? 13ാമത്തെ വ്യക്തി രാജ്കുമാർ ഗോയൽ ആദ്യമായിട്ട് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സണായ വനിത ദീപക് സന്ധുവാണ്. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞ നിലവിൽ V ഹരി നായരാണ് കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. V ഹരി നായർ ആദ്യം, പാലാട്ട് മോഹൻദാസ്. ഇനി ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പഠിക്കുക. ഗോവയിൽ വിവരാവകാശ കമ്മീഷനായി നിയമിതനായ മലയാളി ആരെന്ന് ചോദിച്ചാൽ അരവിന്ദ് കുമാർ H നായർ എന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതൊരു കറണ്ട് അഫേഴ്സ് ആണ്. CAG നമ്മൾ നേരത്തെ പഠിച്ചു. RBI പഠിച്ച സമയത്തിലെ RBIയുടെ ഗവർണർ സഞ്ജയ് മൽഹോത്ര ആണെങ്കിൽ സഞ്ജയ് മൂർത്തി ആരെന്ന് പറഞ്ഞോ? CAG, 15ാമത്തെ ഇന്ത്യയുടെ CAG സഞ്ജയ് മൂർത്തി. ആദ്യം CAG, അതായത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നൊക്കെ വിളിക്കുന്ന CAG അല്ലേ. അതുകൊണ്ട് തന്നെ ആദ്യം അതൊരു നരിയായിരുന്നു. നരഹരി റാവു ആയിരുന്നു CAG. ഇന്ത്യയുടെ ആദ്യത്തെ CAG നരഹരി റാവു ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ISRO ISROയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാടാ? ISROയുടെ ചെയർമാൻ V നാരായണൻ. ശ്രദ്ധിക്കണം മക്കളെ, V രാമസുബ്രഹ്മണ്യൻ NHRC ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് V രാമസുബ്രഹ്മണ്യം എങ്കിൽ V നാരായണൻ എന്താണ് ISRO? ആദ്യം വിക്രം സാരാഭായ്. എല്ലാവർക്കും അറിയാം ISROയുടെ ആദ്യത്തെ അധ്യക്ഷൻ വിക്രം സാരാഭായ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആണ് VSSC. കേരളത്തിലെ തുമ്പയിലുള്ള VSSCയുടെ ഡയറക്ടർ ആരാണ്? ഇപ്പൊ കേരളം ആയതുകൊണ്ട് ഇവിടെ ഭരിക്കുന്നത് നിങ്ങൾക്കറിയാലോ, ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ആയതുകൊണ്ട് ആലോചിച്ച് വെക്കുക. നമ്മുടെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിജി എന്ത് ചെയ്തു? തുമ്പയിൽ VSSCയിലേക്ക് നോക്കാൻ വേണ്ടി UP എന്നൊരു രാജാവിനെ വിട്ടു. ആരെ വിട്ടു? UP എന്നൊരു രാജാവിനെ. ഒരു ട്രിക്കാണ് കേട്ടോ, പുതിയ ലേറ്റസ്റ്റ് ആയതുകൊണ്ട് പഠിക്കാൻ വേണ്ടി VSSC. ഓക്കെ, VSSCയുടെ ഡയറക്ടർ ആര് ചോദിച്ചാല് UP എന്നൊരു രാജാവിനെ വിട്ടു. ഇദ്ദേഹം മലയാളിയാണ്. ഇതാണ് സാറ് എന്താണ്? ഒരു മലയാളിയാണ്, ഓർത്ത് വെച്ചേക്കുക. ISROയുടെ ചെയർമാൻ V നാരായണൻ ആണെങ്കിൽ VSSCയുടെ ഡയറക്ടർ UP രാജീവ്. UP എന്നൊരു രാജാവിനെ വിട്ടു ആലോചിച്ചാൽ മതി. കേരള ഫോക്ലോർ അക്കാദമി എവിടെയാണ്? കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് നിങ്ങളെ ഞാൻ ഒരുപാട് ക്ലാസ്സിൽ പഠിപ്പിച്ചാണ്. കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഇത്രയും നേരം ക്ലാസ് കണ്ട എല്ലാവരും ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങളെ കമന്റ് ഒരു 500 പേരൊക്കെ കമന്റ് ചെയ്താൽ നോക്കൂ, അടുത്ത ഉടനടി ഒരു 3 മണിക്കൂർ ശേഷം അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് 6 വീഡിയോയിലൂടെ മുഴുവൻ കറണ്ട് അഫേഴ്സും കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് PDF പഠിക്കാൻ പറ്റും, ക്ലാസ്സും കാണാൻ പറ്റും. 16ാമത് ധനകാര്യ കമ്മീഷനാണ്. നിങ്ങൾക്കറിയാം, ആസൂത്രണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നീതി ആയോഗ് ഉണ്ടാക്കിയിരുന്നു മുമ്പ്, നരേന്ദ്രമോദിജി അല്ലെ. നീതി ആയോഗ് 2015 വന്നില്ലേ, അറിയാം നിങ്ങൾക്ക്. ആ നീതി ആയോഗ് വന്ന സമയത്ത് അതിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ പനേന്റെ മോള് കയറ്റി ചങ്ങാതി കറക്റ്റ് പനേന്റെ മോള് കയറി കഴിഞ്ഞാൽ എന്താണ്, ഇയാൾക്ക് എല്ലാ കാര്യങ്ങളും നല്ല ആസൂത്രണം ചെയ്യാൻ പറ്റും. നീതി ആയോഗ് വന്നല്ലോ, അപ്പൊ പനേന്റെ മോള് കയറി ഇന്ത്യയൊക്കെ ഒന്ന് വികസിച്ചു റെഡിയായി. ഇപ്പൊ മോദിജി എന്താക്കി മൂപ്പരെ 16ാമത് ധനകാര്യ കമ്മീഷനാക്കി. ഇമ്പോർട്ടന്റ് ആണ്, സാറോട് ഇരിക്കുന്നുണ്ട്.
അരവിന്ദനാണ് പനേന്റെ മുകളിൽ കയറി പനകേരിയ പനേന്റെ മുകളിൽ കയറിയ അരവിന്ദൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്സ് സിനിമയിലെ എങ്ങനെ ക്യാരക്ടർ അല്ലേ അരവിന്ദൻ. അപ്പൊ അല്ലെ നിങ്ങൾ വേറെ എന്തെങ്കിലും അരവിന്ദന്റെ അതിഥികൾ ഏതാ നിങ്ങൾക്ക് ഓർമ്മയില്ല. നിങ്ങൾ അരവിന്ദൻ ആലോചിക്കുക. പനേന്റെ മുകളിൽ കയറിയ 16ാമത് ധനകാര്യ കമ്മീഷൻ. അദ്ദേഹമാണ് നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ. അരവിന്ദ് പനഗരിയ. കിട്ടൂലടാ. ഞാനിങ്ങനെ വേർത്ത് കുളിക്കാണ്. നിങ്ങൾ പഠിച്ചു പോണേ. ഞാൻ ഇവിടുന്ന് വേർക്കുന്നു, നിങ്ങൾ പനേന്റെ മുകളിൽ കയറി കേട്ടോ. അപ്പൊ അരവിന്ദ് പനഗരിയ 16ാമത് ധനകാര്യ കമ്മീഷൻ. 15 NK സിംഗ് ആണ് മക്കളെ. അങ്ങനെയാണെങ്കിൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ. ഒരു മക്കനെ കേട്ട ഒരു ചേട്ടനാണ് ചോദിക്കുക. മക്കന കിഷോറാണ്. കിഷോർ മക്വാന പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ. സൂരജ് ബാൻ ആയിരുന്നു ആദ്യം. സൂരജ് ബാൻ. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ആണെങ്കിൽ അണ്ടർ സിംഗ് ആര്യ. പട്ടികവർഗം എന്ന് കേട്ടാൽ അല്ലെ, ഈ പട്ടികയൊക്കെ വെക്ക് നമ്മുടെ വീടിന്റെ ഒരു അടിയിലാണ്, അണ്ടറിലാണ്. നമ്മുടെ വീടിലേക്ക് ഈ പട്ടികയും കൈക്കോലൊക്കെ കിട്ടലെങ്കിൽ ആ പട്ടികയൊക്കെ അടുക്കി വെക്കുക എവിടെയാണ്? ഈ പറയുന്ന കട്ടിലിന്റെ അടിയിലാണ്, അണ്ടർ. അപ്പൊ പട്ടികവർഗം അണ്ടർ, പട്ടികജാതി മക്കനെ കേട്ടാൾ പട്ടികജാതി കമ്മീഷൻ. പട്ടികവർഗം അണ്ടർ സിംഗ് ആര്യ. അദ്ദേഹം ആദ്യത്തെ ആരെന്ന് ചോദിച്ചാൽ കൻവർ സിംഗ് ആണ്. കൻവർ സിംഗ് നിങ്ങളെ കലാപം 1857 പഠിച്ചിട്ടുണ്ട്. മൂപ്പരല്ല കേട്ടോ. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ കൻവർ സിംഗ് ഓർത്ത് വെച്ചേക്കുക. കൻവർ തടാകം എവിടെ ചോദിച്ചിട്ടുണ്ട്? ബീഹാറിലാണ്. എന്താ പ്രത്യേകത? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകമാണ് കൻവർ തടാകം, ബീഹാറിലാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, കൻവർ സിംഗ് എന്ന് പറയുന്നത് ജഗദീഷ്പൂരിലും ആരെയും ഒക്കെ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാം. ജഗദീഷ്പൂർ എന്ന് പറഞ്ഞാൽ ബീഹാറാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ, കേരളത്തിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം ഏതാണ്? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ അറിയുന്നവര്. അങ്ങനെയാണെങ്കിൽ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ. പിന്നോക്കം സ്വാതി, നിരഞ്ജൻ, ജ്യോതി. ഇമ്പോർട്ടന്റ് ആണ്. മേഡത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ട് പഠിക്കണം. സാത്തി എന്നാ പറയാ. സാത്തി, നിരഞ്ജൻ, ജ്യോതി. ആദ്യം പ്രസാദ് ആയിരുന്നു കേട്ടോ. പിന്നോക്കം കേൾക്കുമ്പോ ആദ്യം പ്രസാദം, ഇപ്പം സ്വാദ്. ആദ്യം പ്രസാദം കിട്ടിയപ്പോ നല്ല സ്വാദാ. നമ്മൾ പിന്നോട്ട് നിന്ന് അല്ലെ കുറച്ച് പ്രസാദം വാങ്ങിയിട്ട് സ്വാദ് നോക്കി ആലോചിക്കാം. നമ്മളെ ഒരു അമ്പലത്തിൽ പോയി നിൽക്കുക, പൂജാരി നമുക്ക് ഇത് തരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇടിച്ചു കയറി പോവോ? ഇല്ല. ആ തിരുമേനി എന്ന് പറഞ്ഞിട്ട് ശേഷം പിറകോട്ട് നിൽക്കും, എന്നിട്ട് അത് വാങ്ങും. പിന്നോക്കം പ്രസാദം വാങ്ങുന്നു, സ്വാദ് നോക്കുന്നു. പിന്നോട്ടം നിൽക്കുന്നു, പ്രസാദം വാങ്ങുന്നു, സ്വാദ് നോക്കുന്നു. സെറ്റാണേ. കേരള സംസ്ഥാന പിന്നോക്കം വിഭാഗ കമ്മീഷൻ എന്ന് വെച്ചാൽ കേരളത്തിലായോണ്ട് പിന്നോട്ട് നിന്നാൽ ശശിയാന്ന് ആലോചിക്കുക. കോടാക്കി പറഞ്ഞേ, ആരും കളിയാക്കില്ല. ശശിധരൻ. ശശിധരൻ. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ശശിധരൻ. നോക്കൂ, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണറുടെ എല്ലാവർക്കും അറിയാം ജ്ഞാനേഷ് കുമാറാണ്. ഇന്ത്യയുടെ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറാണ്. 2 ഇലക്ഷൻ കമ്മീഷണർമാരുണ്ട്, വിവേക് ജോഷി, സുഖബീർ സിംഗ് സന്ധു. ഇവരൊക്കെ എന്തെങ്കിലും മാറുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ, ഇനി വരാൻ പോകുന്ന മാസത്തിനുള്ളിൽ മാറുകയാണെങ്കിൽ ഞാൻ കമന്റിൽ പിൻ ചെയ്ത് നോക്കും, നിങ്ങൾ ചെക്ക് ചെയ്യണേ. ആദ്യത്തെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർ ആരായിരുന്നു വെച്ചാൽ സുകുമാർ സെൻ ആയിരുന്നു കേട്ടോ. പഠിച്ചു വെക്കണം. സുകുമാർ സെൻ ആണ് ആദ്യത്തെ ഇന്ത്യയുടെ മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ. അങ്ങനെയാണെങ്കിൽ ചോദ്യം ചോദിക്കട്ടെ, നേരത്തെ നിങ്ങൾ പഠിച്ചു വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വനിത ദീപക് സന്ധു ആണ്. വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വനിത ദീപക് സന്ധു ആണെങ്കിൽ ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനായ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആദ്യത്തെ വനിത VS രമാദേവിയാണ്. രണ്ടും മാറാതെ പഠിക്കണം. ദീപക് സന്ധു വിവരാവകാശത്തിൽ, VS രമാദേവി ഇലക്ഷൻ കമ്മീഷനിൽ. VS രമാദേവി ഇലക്ഷൻ കമ്മീഷനിൽ, ദീപക് സന്ധു വിവരാവകാശത്തിൽ. മാറരുത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. ഇനി ഭാവിയിൽ മാറുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യണം. N ശേഷാദ്രിനാഥനാണ്. ഇലക്ഷന് ശേഷം നോക്കൂ, ഇലക്ഷന് ശേഷമാണ് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശനൊക്കെ വന്നതിന് ശേഷമാണ് മാറ്റം. ഇലക്ഷന് ശേഷം കേരളത്തിന്റെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ മാറി. ഇലക്ഷന് ശേഷം ഇലക്ഷൻ ഓഫീസർ ആരെ വന്നു? ഒരു കൗശലക്കാരൻ വന്നു. ഇലക്ഷന് ശേഷം ഇലക്ട്രൽ ഓഫീസർ ഇതൊക്കെ നടത്തുന്ന ആൾ ഇലക്ട്രൽ ഓഫീസറാ അല്ലെ. അത് ആര് വന്നു? ഒരു കൗശലക്കാരൻ വന്നു. ഇലക്ഷന് ശേഷം ഇലക്ട്രൽ ഓഫീസർ കേരളത്തിന്റെ ഒരു കൗശലക്കാരൻ വന്നു. ആരാടാ? കൗശികൻ. ആദ്യത്തെ കേരളത്തിന്റെ ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു MSK രാമസ്വാമി. നമ്മുടെ UPSCയുടെ നിലവിലെ ഹെഡ് അജയ് കുമാർ ആണ്. UPSC അജയ് കുമാർ. കേരളത്തിലേക്ക് വന്നാൽ MR ബൈജു ആണ്, നിങ്ങൾക്കൊക്കെ അറിയാം. UGCയുടെ ചെയർമാൻ ആക്ടിംഗ് ആണ് വിനീത് ജോഷിയാണ് കേട്ടോ. UGC എന്ന് കേൾക്കുമ്പോൾ 1953 ഓർമ്മ വേണം, അത് വിനീത് ജോഷിയാണ്. നോക്കൂ, പുതിയ മാറ്റമാണ് IB ഇന്റലിജൻസ് ബ്യൂറോ. മഹേഷ് ദീക്ഷിത് ആണ് കേട്ടോ. മഹേഷിന്റെ പ്രതികാരം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അദ്ദേഹത്തിന്റെ ഒരു ഇന്റലിജൻസ് ആലോചിക്കുക. മഹേഷ് ദീക്ഷിത് ഇന്റലിജൻസ് ബ്യൂറോ. ഇനി പ്രവീൺ സൂദാണ്. നമ്മൾ മുമ്പ് പഠിച്ചാണ് സൂദ് എന്താണ്? സൂതാട്ടക്കാരെ. ഈ സൂതാട്ടക്കാരൊക്കെ പിടിക്കാൻ വേണ്ടി CBI വരുന്നു അല്ലെ. മ്യൂസിക് ഇടുക കേട്ടോ. സൂതാട്ടക്കാരെ പിടിക്കാൻ CBI വരുന്നു.
അങ്ങനെയാണെങ്കിൽ റോ ആരടാ? റോ 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 ഒരു റഫായ മനുഷ്യന്മാർ. ഈ പാൻപരാഗൊക്കെ ഇങ്ങനെ ചവിച്ചോണ്ട് ചങ്ങായിമാരങ്ങൾ കണക്ക് പാൻപരാഗ് വായിൽ വെക്കുന്ന സാധനല്ലേ പാൻപരാഗ്, ലഹരിയല്ലേ. അപ്പൊ അതൊക്കെ ഒരു റോ ഒരു നമുക്കൊരു സുഖം തോന്നില്ല. റോ ആണ് അല്ലെ? റോ 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 എന്ന് ആലോചിക്കുമ്പോൾ പരാഗ് ജെയിൻ ആലോചിക്കുക. പരാഗ് ജെയിൻ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ മഹേന്ദ്ര മോഹൻ ഗുപ്ത. മഹേന്ദ്ര സിംഗ് ധോണി അല്ല, മഹേന്ദ്ര മോഹൻ ഗുപ്തയാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ. വൈസ് ചെയർമാൻ MV ശ്രേയംസ് കുമാറാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ ചെയർമാൻ നേരത്തെ ഞാൻ പറഞ്ഞു നരേന്ദ്രമോദിയാണ് അല്ലെ. നീതി ആയോഗ് വന്ന സമയം മുതൽ അദ്ദേഹമാണ്. 2015 നീതി ആയോഗ് വന്നു ആസൂത്രണ കമ്മീഷന് പകരമായിട്ട്. അങ്ങനെയാണെങ്കിൽ നീതി ആയോഗിന്റെ ആദ്യത്തെ ചെയർമാൻ ഞാൻ പറഞ്ഞു പനേന്റെ മുകളിൽ കയറി. ഇപ്പോൾ 16ാമത് ധനകാര്യ കമ്മീഷൻ പനേന്റെ മുകളിൽ തന്നെയാണുള്ളത്. നോക്കൂ, നിലവിലെ വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. മക്കളെ, ആസൂത്രണത്തിന് പകരം വന്ന നീതി നടപ്പിലാക്കാൻ യോഗ്യത ഉള്ള ആൾ ആദ്യം പനേന്റെ മുകളിൽ കയറി. വൈസ് ചെയർമാനാവാരാ പറഞ്ഞോ. ഇപ്പൊ ഉള്ള ചങ്ങാതി നല്ല ലഹരിയാ, പഠിക്കാൻ വേണ്ടിയാണ് പിള്ളേരെ. നോക്കൂ, ആദ്യമുള്ള നീതി ആയോഗിന്റെ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. ആദ്യമുള്ള നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ അരവിന്ദ് ബനഗിരിയ. ആദ്യം നീതി ആയോഗിന്റെ ചങ്ങാതി പനേന്റെ മുകളിൽ കയറി. ഇപ്പൊ അവിടെ നിന്ന് പനേന്റെ മുകളിൽ കള്ള് ചെത്തിയിട്ടാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ കോടാക്കുക. ഇപ്പൊ ഉള്ള ഉപാധ്യക്ഷൻ നല്ല ലഹരിയാണ്. ആദ്യമുള്ള അധ്യക്ഷൻ പനേന്റെ മുകളിൽ കയറി, ഇപ്പോഴുള്ള അധ്യക്ഷൻ ലഹരിയാണ്. അവിടെ മാർക്ക് കിട്ടും. അശോക് കുമാർ ലാഹിരി 1 മാർക്ക്. CEO ആരാണ്? CEO എന്ന് കേട്ടാൽ നല്ല ആള് വേണം, നല്ല നിധിയാണ്. നീതി ആയോഗിന്റെ CEO നീതി സെറ്റല്ലേ? സെറ്റാണ്. നീതി. ആദ്യത്തത് ഒരു സിന്ധു ശ്രീ ഗുള്ളർ ആയിരുന്നു. ആലോചിക്കുക, സിന്ധു ശ്രീ ഗുള്ളർ. നോക്കൂ, BCCI ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബോർഡായ BCCIയുടെ പ്രസിഡന്റ് മിഥുൻ മൻഹാസ് ആണ്. മിഥുൻ മൻഹാസ് BCCIയുടെ പ്രസിഡന്റ്. ICCയുടെ ചെയർമാൻ, ഇന്റർനാഷണൽ ക്രിക്കറ്റ് ബോർഡ് കേട്ടോ, ICCയുടെ ചെയർമാൻ ജയ്ഷയാണ്. അമിത്ഷായുടെ മോനാണ് ജയ്ഷ. നിലവിൽ ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് CDS ആരാണ്? NS രാജസുബ്രഹ്മണ്യ. തെറ്റിക്കരുത്. വി രാമസുബ്രഹ്മണ്യൻ ആരായിരുന്നു? തുടങ്ങിയ പഠിച്ചല്ലേ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ വി രാമസുബ്രഹ്മണ്യൻ. അങ്ങനെയാണെങ്കിൽ അതുപോലെ ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട 3 സേനകളെയും നിയന്ത്രിക്കുന്ന ആളെ പേര് രാജസുബ്രഹ്മണ്യൻ. മറ്റേത് വി രാമസുബ്രഹ്മണ്യൻ ആണെങ്കിൽ ഇത് രാജസുബ്രഹ്മണ്യൻ. NS രാജസുബ്രഹ്മണ്യൻ CDS ആട്ടോ, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. കേരളത്തിന്റെ നിലവിലെ DGP റവട ചന്ദ്രശേഖർ. റൗഡികളൊക്കെ ശരിയാക്കണമെങ്കിൽ ആര് വരണം? റവട വരണം. റൗഡികളെ ശരിയാക്കാൻ കേരളത്തിന്റെ DGP റവട ചന്ദ്രശേഖർ. 16ാം കേരള നിയമസഭയുടെ പ്രോം ടൈം സ്പീക്കർ ആരെന്ന് ചോദിച്ചാൽ മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച മുൻ CPM നേതാവായിരുന്ന G സുധാകരൻ സാറാണ്. G സുധാകരൻ 16ാം കേരള നിയമസഭയുടെ പ്രോം ടൈം സ്പീക്കർ ആയിരുന്നു. കേരളത്തിലെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ നമ്മൾ പറഞ്ഞു ഇന്ത്യയില് ആരാണുള്ളത്? R വെങ്കിട്ടരമണിയാണ് അറ്റോർണി ജനറൽ എങ്കിൽ പുതിയ അഡ്വക്കേറ്റ് ജനറലിലെ അഡ്വക്കേറ്റ് ജാജു ബാബു അഡ്വക്കേറ്റ് ജനറൽ ആണ്. ശ്രദ്ധിക്കണേ, AG R വെങ്കിട്ടരമണി ആണെങ്കിൽ ജാജു ബാബു അഡ്വക്കേറ്റ് ജനറൽ. കേരളത്തിലെ പ്രോസിക്യൂഷൻ വകുപ്പിന്റെ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ, ഈ DGP എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തെറ്റിപ്പോകരുത് കേട്ടോ. അത് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ തലവൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ T ആസഫ് അലിയാണ്. ഇദ്ദേഹം തന്നെയായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്, T ആസഫ് അലി. കേരളത്തിലെ പ്രോസിക്യൂഷൻ, അതായത് വക്കീലുമായി ബന്ധപ്പെട്ട് കോടതികളിൽ സർക്കാരിന് വേണ്ടി വാദിക്കുന്ന ടീമാണ് കേട്ടോ. അപ്പൊ കേരളത്തിലെ പ്രോസിക്യൂഷൻ വകുപ്പിന്റെ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ തലവൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആരാണ്? DGP എന്ന് കണ്ട് തെറ്റിദ്ധരിക്കണ്ട, മറ്റേ DGP അതാരാണ്? ഇതാണ് ഒറിജിനൽ DGP, പോലീസിന്റെ DGP. അത് റവട ചന്ദ്രശേഖർ. ഇത് ഈ പറയുന്ന T ആസഫ് അലി. നോക്കൂ, ഇന്ത്യയുടെ കരസേനയുടെ മേധാവി ഇമ്പോർട്ടന്റ് ആണ്, മാറിയിട്ടുണ്ട്, പഠിക്കണം. കരസേന സേത്താണ്. നാവികസേന നോക്കൂ, അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥൻ. നാവികസേന കൃഷ്ണസ്വാമിനാഥൻ. കരസേന ധീരജ് സേത്ത്. നാവികസേന കൃഷ്ണസ്വാമിനാഥൻ. ഓക്കെ ആണല്ലോ. നാവിൽ കൃഷ്ണ എന്ന് പറയും. അങ്ങനെയാണ് കരയിൽ ഇല്ലെങ്കിൽ നമ്മൾ കരയിൽ നിന്ന് സത്ത് പോകുമ്പോൾ അല്ലെ കൃഷ്ണ എന്ന് നാവ് കൊണ്ട് പറയുന്ന അറിയിക്കുക. കരയിൽ നിന്ന് നമ്മളിപ്പോ കരയിൽ നിന്ന് ഇങ്ങനെ സാവാൻ പോവുക, സത്ത് പോവാന്ന് പറയില്ലേ. ധീരന്മാരൊക്കെ കരയിൽ നിന്ന് ഇങ്ങനെ സാവാൻ സത്ത് പോകുന്ന സമയത്ത് ധീരജ് സേത്ത്, ധീരന്മാർ കരയിൽ നിന്നും എന്ത് ചെയ്യും? സത്ത് പോവൻ. കടലിലൊന്നും പോലും ആലോചിച്ച് നോക്കട്ടോ, അവര് കരയിൽ നിന്ന് തന്നെ പോരാടും ധീരന്മാർ. ധീരജ് സേത്ത്.
അല്ലെ? സീത്ത്. അപ്പൊ എന്ത് സംഭവിക്കും? അവർ അവസാനം മരിക്കുമ്പോൾ നാവിൽ എന്ത് ചെയ്യും? കൃഷ്ണ കൃഷ്ണ എന്ന് പറയും. നാവി കൊണ്ട് നാവികസേന കൃഷ്ണ കൃഷ്ണ എന്ന് സ്വാമിനെ വിളിക്കും. കൃഷ്ണ സ്വാമിനാഥൻ. വ്യോമസേന മുമ്പേ ഉള്ള ആളാണ് അമർപ്രീത് സിംഗ്. വ്യോമസേന പുതിയ മാറിയിട്ടില്ല. വ്യോമസേനയുടെ മേധാവി അമർപ്രീത് സിംഗ്. നാവികസേന കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കും. കൃഷ്ണസ്വാമിനാഥൻ. കരസേന ധീരജ്. ധീരന്മാർ കരയിൽ നിന്നാണ് സത്ത് പോവുക. സത്ത് പോവാന്നൊക്കെ ഞാൻ തമാശ കേട്ടോ. മരണപ്പെട്ടു പോകുന്നതിന് സേത്ത് ധീരജ് സേത്ത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ അടുത്ത് PSC പരീക്ഷ ചോദിച്ചു. കർണാടകയുടെ മുഖ്യമന്ത്രി നിങ്ങൾക്കറിയാം, മുമ്പ് ഉപമുഖ്യമന്ത്രി ആയിരുന്നു. അവിടെ ഈ പറയുന്ന മുഖ്യമന്ത്രിയായിട്ട് DK വരുന്നു, DK ശിവകുമാർ. ആസാമിന്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. കർണാടക DK ശിവകുമാർ. ബംഗാളിൽ സുവേന്ദു അധികാരി. ആസാമിലും ബംഗാളിലൊക്കെ BJP അധികാരത്തിലാണ്. സുവേന്ദു അധികാരി അവിടെ ആദ്യമായിട്ട് BJP അധികാരത്തിൽ വരുന്നു. സുവേന്ദു അധികാരി. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി എല്ലാവർക്കും അറിയാം, C ജോസഫ് വിജയ്. പുതുച്ചേരിയുടെ മുഖ്യമന്ത്രി N രംഗസ്വാമി. അദ്ദേഹത്തിന്റെ പാർട്ടി ഓൾ ഇന്ത്യ NR കോൺഗ്രസ് കേട്ടോ, N രംഗസ്വാമി. നിലവിൽ SBIയുടെ ചെയർമാൻ, SBI എന്ന് പറഞ്ഞാൽ നല്ല പൈസ ഉണ്ടല്ലേ, ചെല്ലാ ശ്രീനിവാസലു ഷെട്ടി. അറ്റോമിക് എനർജി കമ്മീഷൻ ചോദിച്ചാൽ അജിത് കുമാർ മൊഹന്തിയാണ്. അറ്റോമിക് എനർജി കമ്മീഷൻ മൊഹന്തിയാണ്. LICയുടെ നിലവിലെ ഡയറക്ടറാണ്. അത് ചെയർമാൻ പദവി മാറിയിട്ടുണ്ട്. R ദൊരൈസ്വാമിയാണ്. LIC R ദൊരൈസ്വാമി പഠിച്ചു വെക്കുക. ലോകസഭയുടെ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗും രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ PC മോഡിയുമാണ്. കുറച്ച് കാലമായിട്ട് ഇവർ തന്നെയാണ്. ലോകസഭ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ്, രാജ്യസഭ PC മോഡി. നബാർഡിന്റെ ചെയർമാൻ ആട് ഷാജി. ഇതൊക്കെ ഞാൻ 2 കൊല്ലം മുമ്പ് പഠിപ്പിച്ച കോടാ. ആട് ഷാജി പാപ്പൻ. നബാർഡ് അല്ലെ 1982 നബാർഡ് വരുന്നത്. ജൂലൈ മാസം 12-ാം തീയതി. 1972 ജൂലൈ 2-ാം തീയതി സിംല കരാർ. 1972 ജൂലൈ 2 സിംല കരാർ. 1982 ജൂലൈ 12 നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ചോദിച്ചിട്ടുണ്ട്. ആ നബാർഡിന്റെ ചെയർമാൻ ഷാജി KV. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. സെക്രട്ടറി കരിവള്ളൂർ മുരളിയാണ്. കേരള കലാമണ്ഡലത്തിന്റെ ചാൻസലർ മല്ലിക സാരാഭായ്. മേഡം തന്നെയാണ്. കുറച്ച് കാലമായിട്ട് പഠിച്ചു വെക്കണം, മാറുമ്പോൾ ചെക്ക് ചെയ്യണം കേട്ടോ. കേരള കലാമണ്ഡലത്തിന്റെ ചാൻസലർ മല്ലിക സാരാഭായ്. കേരള കലാമണ്ഡലത്തിന്റെ വൈസ് ചാൻസലർ B അനന്തകൃഷ്ണൻ. ലോക ബാങ്കിന്റെ പ്രസിഡന്റ് ഇമ്പോർട്ടന്റ് ആണ്, ഇന്ത്യക്കാരനാണ് അജയ് ബാങ്കെ. ബാങ്കെ ആലോചിക്കുക. ലോക ബാങ്കിന്റെ പ്രസിഡന്റ് ഒരു ബാങ്ക് കേട്ടോ, അജയ് ബാങ്ക്. നോക്കൂ, ഇന്ത്യയുടെ നിലവിലെ ലോക്പാൽ ആരാണ്? നോക്കൂ, വിൽക്കാൻ സമ്മതിക്കൂല. ലോക്പാൽ എന്ന് പറഞ്ഞാൽ അഴിമതിക്കെതിരെയുള്ളല്ലേ. അപ്പൊ ഇന്ത്യയെ വിൽക്കാൻ സമ്മതിക്കാത്ത ഒരു ഖാനാണ് ഖാൻ വിൽക്കർ. ലോക്പാൽ സമ്മതിക്കൂല വിൽക്കാൻ. പ്രഥമ ലോക്പാൽ ആരായിരുന്നു? അത് പിനാക്കി ചന്ദ്രഘോഷ് ആയിരുന്നു. PC ഘോഷ്. പിനാക്കി ചന്ദ്രഘോഷ് ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാൽ. പഠിച്ചു വെക്കണം. പിനാക്കി ചന്ദ്രഘോഷ് ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാൽ. നിലവിൽ ഖാൻ വിൽക്കർ. കേരളത്തിന്റെ ലോകായുക്തയാണ് നിലവിൽ N അനിൽകുമാർ ആണ്. N അനിൽകുമാർ. ഉപലോകായുക്തമാർ 2 പേരുണ്ട്, പഠിച്ചു വെക്കണം. V ഷെർസിയും അശോക് മേനോനും. കേരളത്തിലെ ആദ്യത്തെ ലോകായുക്ത PC ബാലകൃഷ്ണ മേനോനാണ്. ഇതൊരു പക്ഷെ എല്ലാവർക്കും അറിയണ്ടാവില്ല, പഠിച്ചു വെക്കണം. കേരളത്തിലെ ആദ്യത്തെ ലോകായുക്ത PC ബാലകൃഷ്ണ മേനോൻ. നിലവിൽ N അനിൽകുമാർ. ആദ്യം ബാലകൃഷ്ണൻ, ഇപ്പോൾ അനില്. ഓക്കെ ആണല്ലോ. സംസ്ഥാനത്തിന്റെ യുവജന കമ്മീഷന്റെ ചെയർമാൻ M ഷാജറാണ്. കേരളത്തിലെ നിലവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. ഇദ്ദേഹം തന്നെയാണ് C ജോസഫ് വിജയ്ക്ക് അവിടെ സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. തമിഴ്നാട്ടിൽ ചോദിക്കാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഗവർണർ എല്ലാവർക്കും അറിയാം, B രാമകൃഷ്ണ റാവു ആണ്. B രാമകൃഷ്ണ റാവു ആദ്യത്തെ ഗവർണർ. ഇപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. 12ാമത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ. നിങ്ങൾ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. ശമ്പളം കിട്ടിയാൽ വളരെ എൻജോയ് ചെയ്യാൻ നോക്കി. ജോയ് ശമ്പളം കിട്ടിയാൽ എൻജോയ്. 11 മോഹൻദാസ് ആണ്. 1ാമത്തെ ശമ്പള കമ്മീഷൻ. ഉണ്ണാൻ എന്തെങ്കിലും വേണ്ടിയിരുന്നു അന്നത്തെ കാലത്ത്. അപ്പൊ 1ാമത്തെ ശമ്പള കമ്മീഷൻ ചോദിച്ചാൽ ഉണ്ണാൻ എന്തെങ്കിലും കിട്ടാൻ ശമ്പളം ഉണ്ണാനാണ്. ഇന്നോ ശമ്പളം കിട്ടിയാൽ ജോയ് അല്ലെ. അടിച്ച് പൊളിക്കണ്ട. നമുക്ക് ഒന്ന് കമന്റ് ചെയ്യടാ. അടുത്ത 2029 ഞാൻ ശമ്പളം വാങ്ങുന്ന കമന്റ് ചെയ്യും. നിങ്ങളെ എത്ര പേര് ഇതുവരെ വീഡിയോ കൊണ്ടു എനിക്ക് നോക്കട്ടെ. മാക്സിമം നിങ്ങൾ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക. നമ്മുടെ 6 ക്ലാസ്സുകൾ മാത്രം മതി 10th പ്രിലിംസ് നിങ്ങൾക്ക് പൊളിക്കാൻ. കറണ്ട് അഫയേഴ്സ് മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതുകൊണ്ട് ഒന്ന് കമന്റ് ചെയ്തേ എത്ര പേര് ഇതൊക്കെ പഠിച്ചിട്ട് കമ്പനി ബോർഡ് എൽജിഎസ് നേടും നോക്കട്ടെ. 23ാമത് ലോ കമ്മീഷൻ ദിനേശ് മഹേശ്വരിയാണ്. 23ാമത് ലോ കമ്മീഷൻ ദിനേശ് മഹേശ്വരിയും. ഇന്ത്യയിലെ നിയമ സെക്രട്ടറി ആദ്യമായി ഒരു വനിത വന്നാണ്, അഞ്ജു രതി റാണ. ഇന്ത്യയിലെ നിയമ സെക്രട്ടറിയായിട്ട് ഒരു വനിത വരുന്നു, അഞ്ജു രതി റാണ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ
സിംഗ് ആണ്, ലാലാണ് കേട്ടോ. ഇക്ബാൽ ഉണ്ട്, സിംഗ് ഉണ്ട്, ലാൽ ഉണ്ട്. ആലോചിക്കാം, ന്യൂനപക്ഷമാണല്ലോ. 2-3 പേര്, സിംഗ് ഉണ്ട്, ഇക്ബാൽ ഉണ്ട്. ആലോചിക്കാം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ സർദാർ അലി ഖാൻ ആയിരുന്നു. സാദിഖ് എന്നൊക്കെ, സാദിർ എന്നൊക്കെ കാണാൻ നീക്കി ചില ബുക്കിനകത്ത്. അദ്ദേഹത്തിന്റെ പേര് സർദാർ അലി ഖാൻ കേട്ടോ. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ എ റഷീദ് ആണ്. റഷീദ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ. കേന്ദ്രത്തില് ഇക്ബാൽ സിംഗ് ലാൽപുര. സെൻട്രൽ വിജിലൻസ് കമ്മീഷനും ഗ്രീൻ ട്രിബ്യൂണൽ, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഹെഡും രണ്ടും മാറിപ്പോകും. വിജിലൻസ് എന്ന് കേൾക്കുമ്പോൾ പ്രവീൺ കുമാറിന്റെ ശ്രീവാസ്തവയാണ്. പ്രവീൺ ആണ് വിജിലൻസ്, എന്നാൽ പ്രകാശനാണ് ഈ പറഞ്ഞ ഗ്രീൻ ട്രിബ്യൂണൽ. പ്രകാശം ഉണ്ടെങ്കിലല്ലേ പച്ചപ്പ് ഉണ്ടാവും. ഗ്രീൻ പച്ചപ്പ്, പ്രകൃതി. അപ്പൊ പ്രകാശം എന്ന് കേൾക്കുമ്പോൾ രണ്ടും ശ്രീവാസ്തവയാ. അപ്പൊ പ്രകാശം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഗ്രീൻ ആലോചിക്കുക. പ്രകാശ് ശ്രീവാസ്തവ ഗ്രീനും, നോക്കൂ പ്രവീണ് വിജിലൻസും. കേരള സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം തയ്യാറാക്കുന്നതിനുള്ള വിദഗ്ധ സമിതിയെ നിയമിച്ച മുൻ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് KM ചന്ദ്രശേഖർ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. കേന്ദ്രത്തിലെ സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ മാധവ് കൗശിക് ആണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ മാധവ് കൗശിക്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർമാൻ ശശി ശേഖർ വെമ്പതി. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർമാൻ ശശി ശേഖർ വെമ്പതി. നമ്മുടെ സെബിയുടെ ചെയർമാൻ ഇമ്പോർട്ടന്റ് ആണ്, തുഹിൻ കാന്ത പാണ്ഡെ. സെബി ഹെഡ് ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ. SSCയുടെ ചെയർമാൻ ഗോപാലകൃഷ്ണനാണ്. SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, SSC ഗോപാലകൃഷ്ണൻ. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ ഇമ്പോർട്ടന്റ് ആണ്, വലേറ്റി പ്രേംചന്ദ്. ബാലാവകാശം, വാലറ്റിൽ ഒന്നുമില്ലെങ്കിൽ കുട്ടികളോടൊക്കെ ഭയങ്കര പ്രേമമായിരിക്കും. കാരണം എന്താ പറയുക, ഒന്നും വാങ്ങി കൊടുക്കണ്ടല്ലോ. വാലറ്റ്, നമ്മുടെ വാലറ്റിലെ നമ്മുടെ പൈസയിലൊന്നും ഒന്നും ഇല്ലെങ്കിൽ വലേറ്റി, പ്രേമമായിരിക്കും കുട്ടികളോട്. ബാലാവകാശ കമ്മീഷൻ അല്ലെ, നമുക്ക് വാലറ്റിൽ ഒന്നുമില്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് ഭയങ്കര പ്രേമമായിരിക്കും. ആലോചിക്കാം. ആദ്യത്തെ ചെയർമാൻ ശാന്ത. കുഞ്ഞുങ്ങളോട് ആദ്യം നമ്മൾ ഭയങ്കര ശാന്തരായിരിക്കും. ബാലാവകാശ കമ്മീഷൻ ആദ്യം ശാന്ത സിൻഹ. DRDOയുടെ നിലവിലെ ചെയർമാൻ ആക്ടിംഗ് ആണ് രാജേഷ് കുമാർ സിംഗ് ആണ്. രാജേഷ് കുമാർ സിംഗിന് അധിക ചുമതലയാണ് DRDOയുടെ നിലവിലെ ചെയർമാൻ. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ, ഇന്നലെ മെനിയാന്നൊക്കെ പത്രങ്ങൾ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ് KV മനോജ് കുമാർ. അദ്ദേഹം TVയിലൊക്കെ ഉണ്ടായിരുന്നു. കാരണം ബാലാവകാശ കമ്മീഷൻ കേസ് എടുത്തിരുന്നു. എന്താ സംഭവം നിങ്ങൾ കമന്റ് ചെയ്തോ. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ KV മനോജ് കുമാർ. ആദ്യം നീല ഗംഗാധരനായിരുന്നു. കേരള സംസ്ഥാനത്തെ ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരെന്ന് ചോദിച്ചാൽ നീല ഗംഗാധരനായിരുന്നു. കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആരാടാ? VP സാനുവാണ്. സ്പോർട്സ് കൗൺസിൽ ഒക്കെ മാറും, ചെക്ക് ചെയ്യണേ. കേരള സ്പോർട്സ് കൗൺസിൽ VP സാനുവാണെങ്കിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ PT ഉഷയാണ്. ഇതും മാറുമ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് പഠിക്കണേ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ PT ഉഷ. നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി, ഇതെല്ലാം മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിൽ നിങ്ങൾ പഠിക്കുക TV ആണ്. ക്യാബിനറ്റ് കൂടണമെങ്കിൽ TV കാണണം. വിദേശകാര്യ സെക്രട്ടറി നമ്മുടെ ആ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തൊക്കെ ഒരുപാട് ചോദിച്ചിരുന്നു, വിക്രം മിശ്രിയാണ്. ആഭ്യന്തര സെക്രട്ടറി ആഭ്യന്തരം അമിത്ഷായുടെ കൂടെ ഗോവിന്ദൻ മോഹൻ. നിലവിലെ പ്രതിരോധം രാജേഷ് കുമാർ. ഒരു പ്രതിരോധത്തിന്റെ ഒക്കെ ടിപ്പ് പറഞ്ഞിരുന്ന ഒരു ഹോമിയോ ഡോക്ടറിലെ യൂട്യൂബില് ഡോക്ടർ രാജേഷ് കുമാർ. അപ്പൊ ഞാൻ മുമ്പ് പഠിപ്പിച്ച കോഡാണ് പ്രതിരോധം, രാജേഷ് കുമാർ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, നിങ്ങൾക്കൊക്കെ അറിയാം, ഇന്ത്യൻ ജെയിംസ് ബോണ്ട് എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ സൂപ്പർ അല്ലെ അജിത് ദോവൽ സാറാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ഇനി ഇത്രയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദ്യപേപ്പറിൽ വരാൻ പോകുന്നത് നിലവിലെ കേരളത്തിലെ മന്ത്രിസഭയാണ്. അപ്പൊ മാഷെ ഇത്രയും പഠിച്ചു പോയല്ലോ, ഇനി പഠിക്കേണ്ടത് ട്രിക്കും കോഡാക്കിയിട്ട്. ബേക്കിൽ കാണുന്ന ഞാൻ തന്നെയാണ്. ഈ ചാനലിൽ ഈ വീഡിയോയുടെ തൊട്ട് മുമ്പിൽ എടുത്ത വീഡിയോ പോയി കാണുക. കേരള മന്ത്രിസഭ കിടിലൻ കോഡാ. നോക്കും, വിശദമായിട്ട് ഇതാ നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുന്നുണ്ട്. കണ്ട, പൂക്കി മുഖ്യമന്ത്രി, എത്രത്തിൻ്റെ വകുപ്പുകള്, ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമാണെന്നും ആരോഗ്യവും ദേവസ്വം, ഇതൊക്കെ കോഡാണ്. PK ബഷീറിന്റെ ഒക്കെ നമ്മള് വൈക്കം മുഹമ്മദ് ബഷീറിനെ വെച്ചിട്ടാണ് പഠിപ്പിച്ചത്. അതുപോലെ ഷാജി പാപ്പനെ വെച്ചിട്ട് പറയുന്നുണ്ട്, ഷാജി ഏട്ടനെ അല്ലെ. IT എന്ന് കേൾക്കുമ്പോൾ കുഞ്ഞുമക്കളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വനത്തിലുള്ള ഷിബു ബേബിനെ കുറിച്ചും, പൊതുവിദ്യാഭ്യാസം, കൃഷി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഏതൊരു സിനിമയിൽ എങ്ങനെയുണ്ട്, സിദ്ദിഖ് പഴയ നടൻ കൃഷിയുടെ ഓഫീസർ, അങ്ങനെ വേണമെങ്കിൽ ആലോചിക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കോഡ് ആലോചിക്കാം, ഉന്നത വിദ്യാഭ്യാസം, റോജി M ജോൺ. അങ്ങനെ വിശദമായിട്ട് നിങ്ങൾ ഇത് പഠിക്കണം, ഈ ക്ലാസ് കാണണം. നമ്മുടെ സ്പീക്കർ തിരുവഞ്ചൂരാണ്, നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ആണ്, നമ്മുടെ ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ് ആണ്. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾ കാണണം. 2 ക്ലാസ്സിൽ അഭിപ്രായം പറയണം. അടുത്ത കറണ്ട് അഫയേഴ്സ് വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. ഇതിന്റെയൊക്കെ PDF ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനലിൽ കിട്ടും. അതും കൂടി ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്നായി പരീക്ഷ എഴുതാൻ പറ്റട്ടെ. അപ്പൊ താങ്ക് യു, ഗുഡ് ബൈ.